ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈസെൽഫ് നീരജ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു കുട്ടി വ്ളോഗ് ഇടാനാണ്. ഞാൻ ഈ വ്ളോഗ് എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ എന്ന് വിചാരിക്കും, ഇപ്പം എൻ്റെ വേറെ പണിയൊന്നുമില്ല. അതെ, പണിയൊന്നുമില്ല, വെക്കേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് വ്ളോഗ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ആവട്ടെ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, മെമ്മറീസ്, ഒരു ട്രിപ്പ് എന്തോ ആയിക്കോട്ടെ, അത് മറ്റുള്ളവരിൽ ഷെയർ ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒരു ബേസിക് എയിം. അപ്പോൾ എൻ്റെ എയിം എന്ന് വെച്ചാൽ എൻ്റെ നാട് കണ്ണൂരാണ്. അപ്പോൾ ഞാൻ കണ്ണൂരിലോട്ട് പോകുന്ന ഒരു വ്ളോഗാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, എൻ്റെ നാട്, എൻ്റെ കൾച്ചർ, അവിടെ ഒരു കല്യാണം കൂടെ അവിടുത്തെ കല്യാണം കാണിക്കുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് പ്ലെയിൻ സിമ്പിൾ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഡു വാട്ട് യു ലവ്. ഇപ്പം ഒരുപാട് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അയ്യോ ഇവരിങ്ങനെ പറയും, ഇവരങ്ങനെ പറയും, അല്ലെങ്കിൽ അയ്യേ നീ വ്ളോഗ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഡു വാട്ട് യു ലവ്. അപ്പോൾ അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഇത്രയും കാലമായിട്ട് എനിക്ക് ബുദ്ധി തോന്നിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ വേറെ ഒന്നും കലബിലാക്കുന്നില്ല. സോ ലെറ്റ്സ് ഗോ ടു മൈ വ്ളോഗ്. അപ്പോൾ ഇതാണ് എൻ്റെ സുന്ദരി അമ്മ. നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. രാത്രിത്തെ ട്രെയിനാണ് ബുക്ക് ചെയ്തത്. അതാകുമ്പോൾ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ തന്നെ സ്ഥലം എത്തും. അങ്ങനെ ബസ് കയറി കണ്ണൂരെത്തി ഗായ്സ്. ഇതാണ് പഴയ ബസ് സ്റ്റാൻഡ്, കണ്ണൂരിലെ ഏറ്റവും പഴയ ബസ് സ്റ്റാൻഡ്. ഈ ബസ്സുകൾക്ക് നല്ല പ്രത്യേകത, ഭയങ്കര കളർഫുള്ളാണ് കണ്ണൂരിലെ ബസ്സൊക്കെ. അങ്ങനെ നമ്മൾ വീടെത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനേത് കാട്ടിലാണ് ജീവിക്കുന്നത്. കാടൊന്നുമല്ല കേട്ടോ, ഇതാണ് എൻ്റെ സ്വന്തം നാട്. ഇതുവഴി പോവാം. പിന്നെ വണ്ടി പോകുന്ന വേറെ സ്ഥലമുണ്ട്, ഇതാണ് ഷോർട്ട് കട്ട്. ഇത് ആ കാണുന്നതാണ് എൻ്റെ അമ്മൂമ്മയുടെ വീട്. അപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിൽ പ്രത്യേകത വെച്ചാൽ ഫുൾ ചെടികളും പൂക്കളും എല്ലാം, ഇല്ലാത്ത സാധനങ്ങളില്ല. കണ്ട, ജാമ്പയ്ക്ക്, മാങ്ങ, ചക്ക, തേങ്ങ എല്ലാം ഉണ്ട്. അമ്മൂമ്മയുടെ ഹോബീസാണ് ഇതൊക്കെ, പൂവൊക്കെ പറിച്ച് ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ഓരോന്നും നമുക്ക് വെച്ച് തരും. അമ്മൂമ്മയെ വിളിക്കാൻ പോകണം. അമ്മൂമ്മ ഫുൾ ഉറക്കമാണെന്ന് തോന്നുന്നു, ഇതുവരെ എണീറ്റില്ല. ഹലോ, ഹായ് ഹായ്. ഹലോ, കഴിഞ്ഞ എൻ്റെ തക്കുടു അമ്മൂമ്മ. അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ പേഴ്സണൽ ബ്യൂട്ടീഷ്യനാണ്. എനിക്ക് എന്ത് പരിപാടി ആയാലും, കല്യാണം ആയാലും, ഡാൻസ് പ്രോഗ്രാം ആയാലും, എന്തെങ്കിലും മോഡൽ ഷൂട്ടിംഗ് ആയാലും എല്ലാം അമ്മയാണ്, എൻ്റെ അമ്മയാണ് എന്നെ ഒരുക്കുന്നത്. അമ്മ ഒരുക്കുമ്പോൾ പ്രത്യേക ഭംഗി കേട്ടോ, എല്ലാം ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഫുൾ ഒരുങ്ങി മേക്കപ്പൊക്കെ വാരിക്കോരി ഇട്ടു. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല ഭംഗിയായിട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ട്. എൻ്റെ അതേ കോസ്റ്റ്യൂം കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മൾ രണ്ടാളും ഒരേതായിരുന്നു. അങ്ങനെ കല്യാണപ്പെരയിലെത്തി. എല്ലാവരുമായിട്ട് എല്ലാവരും ഇങ്ങനെ ഞാൻ എന്ത് പൊട്ടത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇതെല്ലാം എൻ്റെ റിലേറ്റീവ്സാണ്. ഫിറ്റ് ചെക്ക്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഫുഡൊക്കെ അടിച്ചു. കണ്ണൂരിലെ ഫുഡിന് എനിക്ക് വയ്യ, കിടിലമാണ്. ഇതാണ് എൻ്റെ അച്ഛൻ, എൻ്റെ അച്ചക്കുട്ടി. അങ്ങനെ പെൺപിള്ളേരെല്ലാവരും കൂടെ ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബേസിക് മലയാളി ആൻറ്റീസ്. അങ്ങനെ ഫോട്ടോ എടുക്കാതെ എല്ലാവരും പോസൊക്കെ ചെയ്ത് ചിരിച്ചോണ്ടിരിപ്പുണ്ട്. ഇതെല്ലാം എൻ്റെ കസിൻസാണ്. അടിപൊളിയാണ്. അടുത്ത ചെക്കിൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി അടിച്ച് കയറ്റി. എനിക്ക് റിച്ച് പൂവൊക്കെ തന്നു. എൻ്റെ അനിയത്തിയാട്ടോ ഇത്, കസിൻ അനിയത്തി, സ്വന്തം അനിയത്തി തന്നെ പറയാം. അച്ഛനും എനിക്ക് പൂവൊക്കെ തന്നു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. കാട്ടിലൂടെ അല്ല. അങ്ങനെ വീടെത്തി, ടയർഡായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ വീണ്ടും അടുത്ത കല്യാണത്തിന് പോവുക. അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം. ഈ കാണുന്ന പ്രതിമയൊക്കെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അച്ചാച്ചൻ ഉണ്ടാക്കി കേട്ടോ. ഹി വാസ് വെരി ടാലൻറ്റഡ്, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ഞാൻ കൊച്ചിലായപ്പോൾ തന്നെ അച്ചാച്ചൻ നമ്മളെ വിട്ടുപോയി. ഇതാണ് എൻ്റെ അച്ചാച്ചൻ. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി കല്യാണപ്പെരയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഈ കല്യാണം ഹാളിൽ വെച്ചായിരുന്നു കേട്ടോ, മറ്റേ കല്യാണം വീട്ടിൽ വെച്ചായിരുന്നു. കണ്ണൂരിലെ പ്രത്യേകത അങ്ങനെയാണ്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞു, സദ്യയൊക്കെ കഴിച്ചു. വീണ്ടും ഫിറ്റ് ചെക്ക്. ഈ കോസ്റ്റ്യൂം എൻ്റെ അമ്മ തുന്നിയതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കോസ്റ്റ്യൂം. അങ്ങനെ അച്ഛൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുത്ത് അയ്യോ കോക്കറിയൊക്കെ കാണിച്ച് തിരിച്ച് വീടെത്തി. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ വീട്ടിലാട്ടോ. അച്ഛൻ്റെ വീട്ടിൽ നമ്മൾ ഇവിടെ
എല്ലായിടത്തും ഏകദേശം ഒരേപോലെയാണ് കാട്ടിൻ്റെ ഇടയിലേക്കൂടെ പോകുന്നത്. ഇതൊരു സർപ്രൈസ് ആട്ടോ. നമ്മുടെ നാട്ടിലൊരു പ്രത്യേക ഒരു സ്ഥലമാണിത്. ഗുളികൻതറ എന്ന് പറയും. ഇവിടെ അത്യാവശ്യം പൂജയും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ നമ്മളൊരു പൂജയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പൂജയാണ്. എൻ്റെ പേരിലായിരുന്നു കേട്ടോ ഈ പൂജ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു തിരിച്ച് അമ്മയുടെ വീട്ടിൽ വന്നു. അങ്ങനെ അത് കഴിഞ്ഞു തിരിച്ച് നമ്മളിതാ രാവിലെ ട്രിവാൻഡ്രത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ഐസ്ക്രീമൊക്കെ അടിച്ച് അങ്ങനെ സ്റ്റേഷനിൽ വന്നു. വന്ദേ ഭാരതായിരുന്നു, നല്ല ട്രെയിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്ദേ ഭാരതിൽ പോകാൻ. കാരണം ഒരു ഫ്ലൈറ്റ് പോലത്തെ ഒരു ട്രെയിൻ, നല്ല സുഖമാണ്. വെറും 7 മണിക്കൂർ കൊണ്ട് നമ്മൾ കണ്ണൂരിന് ട്രിവാൻഡ്രത്തെത്തും. വലിയ ടയേർഡൊന്നും അല്ല. അങ്ങനെ ആ വീടെത്തി. അയ്യോ, അങ്ങനെ വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.